ഹലോ, ഞാൻ ടാനിയ ജോയൽ. ഇന്നില്ലേ നല്ല ഭംഗിയായിട്ടുള്ള നല്ലൊരു എംബ്രോയിഡറി ബെഡ്ഷീറ്റ് ആയിട്ട് ആദ്യം കാണിക്കുന്നത്. ഈ എംബ്രോയിഡറി ബെഡ്ഷീറ്റ് മാഗ്നിസ്കേപ്സ് നമ്മൾ ചെയ്തതാണ്. അപ്പൊ നല്ല ഭംഗിയായിട്ട് ഒരു വലിയ പൂവാട്ടോ. അതായത് ഒരു ബെഡ്ഷീറ്റിൽ ഒരു 5 വലിയ പൂക്കളാണ് കേട്ടോ. അതായത് അകലേന്ന് നോക്കുമ്പോൾ നമുക്ക് അവിടെ പൂ ഉണ്ടെന്ന് തോന്നും. നല്ല രസമാട്ടോ കാണാനേ. അത് ഇതുപോലെ ഇരിക്കും കേട്ടോ. നല്ല രസമായിട്ട് ഇതുപോലെ നല്ല ഉരുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള പൂക്കളാണ്. ഇതുപോലെ 5 പൂക്കൾ നമ്മുടെ ബെഡ്ഷീറ്റിൽ വന്നിട്ടുണ്ട്. അതായത് വലിയ പൂവാണ്. ഇതുപോലെ എന്താ പറഞ്ഞ ലേസും നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട്. വലിയ ക്രോഷ്യയുടെ ലേസും ഈ ബെഡ്ഷീറ്റിൽ നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് അതിൻ്റെ അത്രയും തന്നെ വലിയ പൂക്കളാണ് നമ്മൾ ഈ പില്ലോ കവറിലും പിടിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ നല്ല ഇതുണ്ട്, എന്ത് രസമാണെന്ന് നോക്കിയേ. സൈസ് പില്ലോ കവർ കൊടുത്തിരിക്കുന്ന സൈസും ബെഡ്ഷീറ്റ് കൊടുത്തിരിക്കുന്ന സൈസും വലുത് തന്നെയാണ്. അപ്പൊ പില്ലോ കവറിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എത്രത്തോളം ആ പില്ലോ കവറിൽ ആ ഒരു എംബ്രോയിഡറി വന്നിട്ടുണ്ടെന്നേ. നല്ല രസമില്ലേ, ഒരു വ്യത്യാസമില്ലേ. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ പുതിയ പ്രൊഡക്റ്റ് കണ്ടോ. നല്ല രസമായിട്ടുള്ള കുഞ്ഞു പിള്ളേർ ഉടുപ്പ് പോലെ ഇരിക്കുന്ന നല്ല രസത്തിലുള്ള ഇതുണ്ട്. നല്ല ഭംഗിയായിട്ടുള്ള വാഷ് ബേസിന്റെ സൈഡിലിടുന്ന ടവൽസ് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള ടവലാണ്. ഈ ടവൽ ഇടുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ബാക്കിൽ നിന്ന് ഇങ്ങനെ ഉടുപ്പ് നമ്മൾ ഇടത്തില്ലേ, അതുപോലെ അങ്ങോട്ട് ഇട്ടാൽ മതി. അപ്പൊ അതിന് കറക്റ്റായിട്ട് നമുക്ക് ഇടാൻ പറ്റും. അപ്പൊ അതുപോലെ ഇട്ട് വെച്ചിരിക്കുന്നതാണ്. അത് ഇതുണ്ട്, ഇതുപോലെ കിടക്കും കേട്ടോ. ഫ്രണ്ടിൽ നമ്മൾ കറക്റ്റായിട്ട് ഇട്ട് വരുമ്പോൾ അപ്പൊ ഇതിന്റെ പല പല കളേഴ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇതാണ് നമ്മുടെ പുതിയൊരു സൂത്രം കേട്ടോ. ഇനിയുള്ളത് നല്ല ഭംഗിയായിട്ടുള്ള ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് ആണ്. ഓണത്തിന് എല്ലാവർക്കും മത്തങ്ങ, അത് അല്ലെങ്കിൽ മത്തങ്ങ ഇഷ്ടമുള്ള ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ. മത്തങ്ങയുടെ ബെഡ്ഷീറ്റ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. കാരണം മത്തങ്ങ കാണുമ്പോൾ തന്നെ നമുക്ക് മത്തങ്ങയുടെ ഇലയൊക്കെ ഉണ്ടല്ലോ, നല്ല രസമായിട്ട് ഇതിനകത്ത് ഇരിപ്പുണ്ട് കേട്ടോ. ഇതുണ്ടോ, നല്ല ഭംഗിയായിട്ടുള്ള മത്തങ്ങയുടെ ബെഡ്ഷീറ്റ്. ഇതിനകത്ത് ആപ്പിളും ഉണ്ട് കേട്ടോ. ആപ്പിളിനെ നമ്മൾ വേണ്ടാന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ നല്ല ഉരുണ്ട ആപ്പിള്, നല്ല ഭംഗിയായിട്ടുള്ള നല്ല പൂക്കള്, സൈഡ് ബോർഡർ വന്നിട്ട് നല്ലൊരു ഓറഞ്ച് കളറാണ്. ഇതൊരു ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് ആണ്. സൈസ് വന്നിട്ട് 90x100 ഇഞ്ചസ് ആണ്. റേറ്റ് വന്നിട്ട് 695 രൂപ പ്ലസ് ഷിപ്പിംഗ് ആണ്. ഇത് നമുക്ക് 2 വലിയ പില്ലോ കവേഴ്സും ഇതിന്റെ കൂടെ അവൈലബിൾ ആണ്. ഇനി നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കളറാട്ടോ. പിങ്ക് കളർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നല്ല ഭംഗിയായിട്ട് വിരിച്ചിടാൻ പറ്റുന്ന ലൈൻ ആയിട്ടുള്ള നല്ല പിങ്ക് കളർ ഒരു ഷീറ്റാട്ടോ. ഈ ഷീറ്റിന് റേറ്റ് വന്നിട്ട് 695 രൂപയാണ്. ഇതിന്റെ കൂടെ 2 വലിയ പില്ലോ കവേഴ്സ് ഉണ്ട്. ഇനി നമുക്ക് ഓൾ ടൈം ഫേവറേറ്റ് ഇതിന് റെയിൻബോ ബെഡ്ഷീറ്റിന് പേരിട്ട ആ ആന്റി എപ്പോഴും ഞാൻ ഓർക്കും കേട്ടോ. ഈ റെയിൻബോ പോലെ ഒന്നും അല്ല സത്യത്തിൽ ഇത് ഇരിക്കുന്നതെന്ന് ആന്റി തന്നെ ഇപ്പൊ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അന്ന് ആദ്യം കാണിച്ച ഫുൾ കളർ റെയിൻബോ കളേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ അതുപോലെ തന്നെ ഉണ്ട്. പക്ഷെ ഇതിന് ഞാൻ ഇട്ടിരിക്കുന്ന പേര് റെയിൻബോ ബെഡ്ഷീറ്റ് ആണ്. അപ്പൊ ഇതിന്റെ പല പല കളർ കോമ്പിനേഷൻ ഇപ്പൊ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. സൈഡ് ബോർഡറിനായിരിക്കും വ്യത്യാസമുള്ളത്. ഇതിന്റെ സൈഡ് ബോർഡർ ഒരു ചന്ദന കളറാട്ടോ. നല്ല 2 വലിയ പില്ലോ കവേഴ്സ് ഉണ്ട്. നല്ല ഭംഗിയായിട്ടുള്ള 695 ബെഡ്ഷീറ്റ് ആണ്. അതായത് ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ് കേട്ടോ. ഇനിയുള്ളത് നമ്മുടെ ഇപ്പൊ എല്ലാവർക്കും നമുക്ക് ടെന്നീസ് കളിക്കാനും ബാഡ്മിന്റൺ കളിക്കാനൊക്കെ ഇഷ്ടമാണല്ലോ. അപ്പൊ അതുപോലെ ഇങ്ങനെ കിഡ്സ് പ്രിന്റിൽ എന്താ ഒന്നും കാണിക്കാത്ത ഒന്നും ഇല്ലെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. സത്യത്തില് ഉള്ള കാര്യം പറയാലോ, കിഡ്സ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് ചില സമയത്തെ ഞാൻ ആലോചിക്കാറുള്ളൂ. കാരണം എൻ്റെ കണ്ണിൽ അതൊന്നും പെടാറില്ല. പിന്നെ ചില സമയത്ത് ചില കാര്യങ്ങൾ കാണുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാറുണ്ട് കേട്ടോ. അപ്പൊ ഇപ്രാവശ്യം ഇത് കൊണ്ടുവന്നിരിക്കുന്നത്, ഇത് കളിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഈ ബെഡ്ഷീറ്റും ഇഷ്ടപ്പെടും. ഇതുണ്ടോ, നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചോണ്ടെങ്കിൽ നമ്മൾ കളിക്കുമ്പോൾ തോറ്റുപോയാൽ ആദ്യം എന്താ ചെയ്യുന്നത്, ഈ ബാറ്റ് എടുത്ത് ഒറ്റയേറ് വെച്ച് കൊടുക്കും, അല്ലെങ്കിൽ ബാറ്റും കൂടെ അടി വെച്ച് കൊടുക്കും. അല്ലെങ്കിൽ കിടന്ന് മോങ്ങും. യൂഷ്വലി എല്ലാവരും ചെയ്യുന്നത് ഈ ബാറ്റും കൊണ്ട് പുറകെ വന്ന് അടിക്കും. കുഞ്ഞായിട്ടായിരിക്കും ചില അടികൾ കേട്ടോ. അങ്ങനെയുള്ള ഫ്രണ്ട്സ് ഒക്കെ എനിക്ക് ഉണ്ടായിരുന്നു. അവരെയൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ട് കേട്ടോ. ഇതുണ്ട് സൈഡ് ബോർഡറുള്ള ഈ ഒരു കളറാട്ടോ, ഗ്രേ കളറ്. നമ്മൾ ഈ ഫ്രണ്ട്സിനെ ഓർക്കുന്ന പറയുന്നതരം എന്താണെന്നറിയാം, ഈ സമയത്തായിരിക്കും അവർ ഓർക്കുന്നത്. പിന്നെ എന്താണെന്നറിയാം, വീഡിയോ പോകുമ്പോൾ നമ്മൾ അവരെ ആലോചിക്കും. അപ്പം ലൈക്ക് അതൊരു സുഖമുള്ള കാര്യമല്ല. സ്കൂൾ കാലഘട്ടങ്ങളിൽ അതൊക്കെ നടക്കുമ്പോൾ ഒരു സുഖമുള്ള കാര്യമാട്ടോ. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഭയങ്കര വഴക്കാളിയാണ്. തോറ്റു കഴിഞ്ഞാൽ അന്നേരം ഇതൊക്കെയാണ് പ്രശ്നം. പിന്നെ ഹോസ്റ്റൽക്കാരുണ്ട് പുള്ളിക്ക്. ഇതുണ്ട് 2 വലിയ പില്ലോ കവേഴ്സ് ഉണ്ട്. ഇത് സോഫ്റ്റ് ആയിട്ടുള്ളതാണ് ഈ ബെഡ്ഷീറ്റ് കേട്ടോ. ഈ ഒരു പ്രിന്റ് മാത്രമേ. ഇത് കിങ് സൈസ് ആണ്. റേറ്റ് വന്നിട്ട് 1000 റുപ്പീസിന് താഴെയാണ് കേട്ടോ. ഇനി നല്ല എല്ലാം കൂടെ കഴിഞ്ഞിട്ട് നല്ല
പ്രകാശമുള്ള ഒരു ഷീറ്റാട്ടോ, നല്ല ഭംഗിയായിട്ടൊരു ഷീറ്റാട്ടോ. ഇത് നല്ല കിങ് സൈസ് ആണ്. 2 വലിയ പില്ലോ കവേഴ്സ് ഉണ്ട്. മാഗ്നിസ്കേപ്സ് കട ഉള്ളത് എറണാകുളത്ത് കടവന്ത്ര ചെറുപറമ്പത്ത് റോഡാണ്. അതായത് നമ്മുടെ മെട്രോ പില്ലർ നമ്പറിന്റെ സൈഡിലുള്ള റോഡാണ് ചെറുപറമ്പത്ത് റോഡ്. അവിടെ ഫസ്റ്റ് റൈറ്റ്, സെക്കൻഡ് ഗേറ്റ് ആണ് കേട്ടോ. ഫസ്റ്റ് ഗേറ്റ് കയറരുത് കേട്ടോ. പിന്നെ പുറകിൽ വിശാലമായ കാർ പാർക്കിംഗ് ഉണ്ട്. അവിടെ കയറി പാർക്ക് ചെയ്ത് ഇവിടെ വരാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഉള്ളത് നമ്മുടെ സൺഡേ നമ്മുടെ കട ഓപ്പൺ ആണ്. രാവിലെ 10 മണി തുടങ്ങി 5 മണി വരെ. അപ്പൊ എല്ലാവരും വീഡിയോസ് ഒക്കെ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പണ്ടൊക്കെ ആരെങ്കിലും ബാറ്റൊക്കെ വെച്ച് അടിച്ചിട്ടുണ്ടോ ആ ഫ്രണ്ട്സിനെയൊക്കെ ഓർക്കണം. ആ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഓർക്കണം, ഇല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടാവും ചിലപ്പോൾ, എനിക്ക് തോന്നുന്നു കേട്ടോ. എനിക്ക് എന്തോ അങ്ങനെ പറയാൻ തോന്നി, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ എല്ലാവരും നല്ല സന്തോഷത്തോടെ ഇരിക്കണം കേട്ടോ. താങ്ക് യു.